കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിലെ കരൂരിൽ 41 പേര് തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചു. രാഷ്ട്രീയക്കാരനായിട്ടുള്ള വിജയുടെ ജീവിതത്തിൽ അത് ഒരു കറുത്ത അധ്യായമാണ്. ഒരിക്കലും മറക്കാൻ പറ്റില്ലാത്ത ഒരു അനുഭവം. പക്ഷേ അദ്ദേഹത്തിന് പറ്റിയ ഏറ്റവും വലിയ തെറ്റ്, ആ സംഭവം നടന്നതിന് ശേഷം അദ്ദേഹം പ്രശ്നമുണ്ടാവുമോ എന്ന് ഭയന്ന് അദ്ദേഹം സ്ഥലം കാലിയാക്കി വീട്ടിലേക്ക് പോയി എന്നുള്ളതാണ്. ഒരുപാട് പേര് അദ്ദേഹത്തിനെ വിമർശിച്ചു. അദ്ദേഹം എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്നുള്ളതിനെക്കുറിച്ചുള്ള വ്യാഖ്യാനം പലർക്കും അറിയേണ്ടത് ആവശ്യമായിരുന്നു. പക്ഷേ അദ്ദേഹം അതിനെക്കുറിച്ച് ഒന്നും പ്രതികരിച്ചില്ല. കാരണം അങ്ങനെയൊന്നും സംഭവിക്കുമെന്ന് അദ്ദേഹം സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. കാരണം സിനിമയിൽ കാണുന്ന പോലെ രാഷ്ട്രീയത്തിലും കാര്യങ്ങൾ നടക്കും എന്നാണ് അദ്ദേഹം ചിന്തിച്ചു വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ സംസാരങ്ങൾ പുറത്തേക്ക് വരുന്നത്. ആ സാഹചര്യം DMK രാഷ്ട്രീയ പ്രസ്ഥാനം ചീഫ് മിനിസ്റ്ററായിട്ടുള്ള സ്റ്റാലിനിലൂടെ അത് നന്നായിട്ട് മുതലാക്കി. കരൂരിലെ ജനങ്ങളെ ഏറ്റവും കൂടുതൽ കണ്ട് അവരെ ആശ്വസിപ്പിച്ചത് സ്റ്റാലിനാണ്. ആ സമയത്ത് വിജയ് അവിടെ എങ്ങും ഉണ്ടായിരുന്നില്ല, അതിനുശേഷവും വന്നിട്ടില്ല. വരാൻ അദ്ദേഹത്തിന് എന്തോ തടസ്സം ഉള്ളതുപോലെയാണ്. അപ്പോൾ ശരിക്കുമുള്ള രാഷ്ട്രീയക്കാരനായിരുന്നെങ്കിൽ ആ മരണം നടന്നപ്പോൾ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരെ ആശ്വസിപ്പിച്ച് എന്തെങ്കിലും പരിഹാരം വരുത്തുമായിരുന്നു. അദ്ദേഹം അങ്ങനെ ചെയ്തില്ല. അങ്ങനത്തെ ഒരു രാഷ്ട്രീയക്കാരനെ തമിഴ്നാട്ടിലെ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ സാധ്യത വളരെ കുറവാണ്. ആ പോരായ്മ DMK നന്നായിട്ട് മുതലാക്കുകയും ചെയ്തു. 3-4 ദിവസം കഴിഞ്ഞപ്പോൾ വീട്ടിലിരുന്നുകൊണ്ട് അദ്ദേഹം വളരെ ശാന്തമായിട്ട് DMKനെ കുറ്റം പറയുന്ന ഒരു വീഡിയോ ആണ് നമുക്ക് യൂട്യൂബിലൊക്കെ കാണാൻ കഴിഞ്ഞത്. 20 ലക്ഷം രൂപ മരിച്ച എല്ലാവരുടെയും വീട്ടുകാർക്ക് കൊടുത്തു. പൈസ കൊടുക്കുന്നതിലല്ല കാര്യമിരിക്കുന്നത്, ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങുന്നതാണ് കാര്യമിരിക്കുന്നത്. അവിടെ വന്ന ഭൂരിപക്ഷം പേരും അദ്ദേഹത്തിൻ്റെ ഐഡിയ അല്ലെങ്കിൽ ഐഡിയോളജി ഇതിനോടൊന്നും താല്പര്യമില്ലാത്ത ആളുകളാണ്. അവർ സിനിമയിൽ മാത്രം കണ്ടിട്ടുള്ള ആ നടനെ നേരിട്ട് കാണാൻ വേണ്ടി മാത്രമാണ് വന്നിട്ടുള്ളത്. പ്രസംഗത്തിൻ്റെ ഗാംഭീര്യം കൊണ്ടോ പ്രസംഗത്തിൻ്റെ ആശയങ്ങൾ കൊണ്ടോ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ നിലപാടുകൾ കൊണ്ടോ ഒന്നും അല്ല അവരവിടെ വന്നത്. അങ്ങനെയും ഒരു വിഷയം ശ്രദ്ധേയമാണ്. അപ്പോൾ ഇങ്ങനെ മുന്നോട്ട് പോയാൽ ഈ വരുന്ന ഇലക്ഷന് DMKക്ക് അനുകൂലമായിട്ടുള്ള ഒരു വിധിയായിരിക്കും തമിഴ്നാട്ടിലെ ജനങ്ങൾ എടുക്കുന്നത്.